ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹ്യൂജ് യാൺ ഹോളാണ് ചെയ്യുന്നത്. ഞാനത് യെസ് പപ്പ ഹാൻഡ് മെയ്ഡ് എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത യാൺസാണ്. അപ്പം ഇത് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ അഫോർഡബിളായിട്ട് യാണ് പർച്ചേസ് ചെയ്യാമെന്ന് കണ്ടിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാണിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോഴും എനിക്ക് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന യാൺസ് അല്ലാതെ പുതിയ യാൺസാണ് ട്രൈ ചെയ്തത്. ഞാൻ മുമ്പ് ഒരു യാൺ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൈസൺ ഇന്ത്യ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന്. എനിക്ക് എല്ലാ വെബ്സൈറ്റിൽ നിന്നും മാജിക് നീഡിൽസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിളായിട്ട് വേർധമാൻ്റെ ഒക്കെ യാൺസ്, ഗംഗൻ്റെ ഒക്കെ യാൺസ് നല്ല റേറ്റ് കുറവിൽ എനിക്ക് കൈസൺ ഇന്ത്യയിൽ നിന്നാണ് കിട്ടാറ്. കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും, അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറച്ച് ഡിലേ ഉണ്ട്. 1 വീക്സ് 10 ഡേയ്സ് ആ ഒരു ഡിലേ ഉണ്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ കൈസൺ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെസ് പപ്പ ഹാൻഡ് മെയ്ഡ് ഞാൻ പ്രൈസ് ചെക്ക് ചെയ്തപ്പം ഓൾമോസ്റ്റ് സിമിലറാണ്. 1 റുപ്പീസ് 2 റുപ്പീസ് ചിലതിന് 5 റുപ്പീസ് അങ്ങനെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് യാൺസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂഷ്വലി വാങ്ങിക്കുന്ന വർദ്ധമാൻ എന്നുള്ള ബ്രാൻഡിൽ നിന്ന് അവരുടെ തന്നെ യെസ് പപ്പാൻ്റെ തന്നെ യാൺസ് ട്രൈ ചെയ്തു. പിന്നെ ഓഷ്വാളിൻ്റെയും പിന്നെ അങ്ങനെ അവരുടേതായിട്ടുള്ള യാൺസാണ് യൂഷ്വലി പർച്ചേസ് ചെയ്യുന്ന. ഗംഗൻ്റെ യാൺസ് അങ്ങനെ പർച്ചേസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു യാൺ ഹോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും യെസ് പപ്പ ഹാൻഡ് മെയ്ഡിന്ന് പർച്ചേസ് ചെയ്യുമ്പം അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടാണ് ഈ ഒരു പർച്ചേസ് ഞാൻ ചെയ്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സേഫ്റ്റി ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ നേരത്തെ കാണിച്ചത്. പിന്നെ ഈ ഒരു യാണാണ് ഫസ്റ്റ് കാണിക്കേണ്ടത്. 100% കോട്ടൺ യാണാണ്. ഇത് യെസ് പപ്പ എന്നുള്ള അവരുടെ തന്നെ ബ്രാൻഡിൻ്റെ യാണാണ്. അപ്പോൾ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടായിരുന്നു. ഇത് എനിക്ക് ടെക്സ്ചർ കണ്ടിട്ട് നമ്മളുടെ സമ്മർ ലവിൻ്റെ ഒക്കെ ആ ഒരു സെയിം ടെക്സ്ചർ തന്നെ, പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടെ ലിറ്റിൽ തിന്നായിട്ടാണ് ഉള്ളത്. നല്ലോണം തിന്നല്ല, കമ്പാരിറ്റീവ്ലി തിന്നിയാണാണ്. പിന്നെ അതേ ഇതിൽ തന്നെ യെസ് പപ്പാൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് യാണാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇത് ഞാൻ കോട്ടൺ യാൺസ് മെയിൻലി പർച്ചേസ് ചെയ്യുക ഡ്രസ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ മൈൻഡിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്ത കളറാണ്. പിന്നെ സമ്മർ ലവിൻ്റെ ഈ ഒരു കളർ ഇത് 50 ഗ്രാംസിൻ്റെ ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കൈസൺ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ കോട്ടൻ്റെ ഒരു 50 ഗ്രാംസ് എന്നാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, സമ്മർ ലവ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഈ ഒരു മാക്രമേ കോഡ്സ്, ഇത് കോട്ടൺ അല്ല, ഇത് പോളിസ്റ്റർ ടൈപ്പാണ്. ഞാനൊരു ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ഇതിൽ സൈറ്റിൽ ഞാൻ ഇവരെ യെസ് പപ്പൻ്റെ സൈറ്റിൽ ഇത് കണ്ടു. യൂഷ്വലി ഞാൻ അങ്ങനെ യാൺസിൻ്റെ സൈറ്റിൽ മാക്രമേ കോഡ്സ് കാണാറില്ല, അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് ഇത്. പിന്നെ യെസ് പപ്പൻ്റെ തന്നെ വൈറ്റ് കളർ, ഇത് പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല ഓഫ് വൈറ്റ് അല്ല, പ്യുവർ വൈറ്റും അല്ലാത്തൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതും ഒരു ബേബി പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ബേബി പ്രൊഡക്ട്സ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കീ ചെയിൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 5 നമ്പർ ആയിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ വേർധമാൻ്റെ തന്നെ ബ്രാൻഡിൻ്റെ ഒരു യാണാണ് വാങ്ങിച്ചിട്ടുള്ളത്. വേർധമാൻ്റെ കോട്ടൺ ഡ്രീംസ് എന്നുള്ള ബ്രാൻഡാണ്. 100% കോട്ടൺ യാണാണ്. സോ നിങ്ങൾ ബേബി പ്രോഡക്ട്സ് ഒക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 100% കോട്ടൺ യാൺ തന്നെ ചൂസ് ചെയ്യുക. ബാഗ്സ് ആണെങ്കിലും കോട്ടൺ യാൺ തന്നെ ചൂസ് ചെയ്യാം. ഇതിൽ ഞാൻ അക്രിലിക് വാങ്ങിച്ചത് എനിക്ക് കുറച്ച് ബിന്നീസും അതുപോലെ തന്നെ ഷൂസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്രിലിക് യാൺ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കി കംപ്ലീറ്റ് ഞാൻ കോട്ടൺ യാൺസ് ആണ് വാങ്ങിച്ചത്. ഇത് ഒരു അക്രിലിക് ആൻഡ് കോട്ടൺ ബ്ലെൻഡാണ്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് അക്രിലിക് ആണ് കുറച്ചും കൂടെ കൂടുതലുള്ളത്. ഞാൻ ബ്ലെൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്തിട്ടില്ല. കൂടുതൽ അക്രിലിക് തന്നെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സൈറ്റിൽ കാണിച്ചത് ബ്ലെൻഡ് എന്നായിരുന്നു. ഇത് പിന്നെ ഓഷ്വാളിൻ്റെ അക്രിലിക് യാണാണ്, 100% അക്രിലിക് യാണാണ്.
അത് അങ്ങനെ തന്നെയാണ്. ഒരു ഷൈനി ടെക്സ്ചർ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ഷൈനി ഫീൽ ഉണ്ട്. ഞാനിത് വൈൻഡ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ സെയിം യെല്ലോ കളർ ഞാൻ 2 ബണ്ടിലും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറും ഞാൻ ന്യൂ ബോൺസിന് വേണ്ടിയിട്ട് ഒരു ഓഫ് വൈറ്റ് ബണ്ടിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വൈൻഡിങ് ഡിഫിക്കൽട്ടാണ്. ഹാൻഡ് വൈൻഡിങ് ആണ് ഞാൻ ചെയ്യാറ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വൈൻഡിങ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹാൻഡ് വൈൻഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഓഷ്വാൾ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഇതിന് എനിക്ക് തോന്നുന്നു 55 റുപ്പീസ് എന്തോ ആണ്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ വാങ്ങിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിന്ന് എങ്ങനെയാണ് കൈസൺ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. യെസ് പപ്പ ഹാൻഡ് മെയ്ഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടതെന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ഫ്ലവർ ബൊക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിൻ്റെ സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീൻ കളർ സ്റ്റിക്ക്. പിന്നെ അത് മാത്രമല്ല ഇതിൽ സൈറ്റിൽ അമിഗ്രമി ചെയ്യുന്നവർക്ക് ഫൈബർ ഫില്ലൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 200 ഗ്രാംസ് ആയിട്ടാണ് റേറ്റ് ഉള്ളത്. പിന്നെ 1 kg അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻഡ് ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.